ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന LSGS എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസറൊക്കെയാണ് നോക്കുന്നത്. 24ൻ്റെ 25% പ്ലസ് 32ൻ്റെ 25% മൈനസ് 350ൻ്റെ 14%. എങ്ങനെ ചെയ്യുന്നത്? 24 ഇൻറ്റു 100 25 പ്ലസ് 32 ഇൻറ്റു 100 25 മൈനസ് 350 ഇൻറ്റു 100 14. 25 4 പ്രാവശ്യം 100, 4 24 കൂടുമ്പോൾ എത്ര? 6 4 24. അപ്പോൾ 6 വന്നു. പ്ലസ് 25 100 കൂടെ കൂട്ടുമ്പോൾ 4 പ്രാവശ്യം 4 32 കൂടെ കൂട്ടുമ്പോൾ എത്ര? 4 32 8 വന്നു. 6 പ്ലസ് 8 മൈനസ് ഇതെത്ര വരും? ഇവിടെയും പോവും, 0 രണ്ടെണ്ണം പോവും. ഈ 2 വെച്ച് കിട്ടുമ്പോൾ 7 2 14, 2 വെച്ച് കിട്ടുമ്പോൾ 7 5 10, പിന്നെ 5 വെച്ച് 35 വെട്ടണം. 7 5 35. അപ്പോൾ 7 ഇൻറ്റു 7 49. 8 പ്ലസ് 6 മൈനസ് 49 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 8 6 14, 14 മൈനസ് 49. വലുതിൽ നിന്ന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ സിമ്പിൾ എടുക്കുമ്പോൾ -35. ഓപ്ഷൻ എ ആണ് വരുന്നത്, -35. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ABCDEF എന്നിവർ 6 അംഗങ്ങൾ അടങ്ങുന്നതാണ് ഒരു കുടുംബം. ഓക്കെ, അതായത് B Cയുടെ മകനാണ്, എന്നാൽ C Bയുടെ അമ്മയല്ല. A C എന്നിവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. E Cയുടെ സഹോദരങ്ങളാണ്. D Aയുടെ മകളാണ്. F Aയുടെ സഹോദരനാണ്. ആരാണ് Cയുടെ അളിയൻ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓരോന്നും തന്നിരിക്കുന്നത് അതുപോലെ മാർക്ക് ചെയ്യാം. ABCDF എന്നിങ്ങനെ 6 അടങ്ങുകൾ അടങ്ങിയതാണ് ഒരു കുടുംബം. ഓക്കെ, അതായത് B Cയുടെ മകനാണ്. അപ്പോൾ B അടയാളപ്പെടുത്തി. Cയുടെ മകനാണ്. അപ്പോൾ C ആണ് മേളിൽ വരുന്നത്. Cയുടെ മകനാണ് ആര്? Cയുടെ സണ്ണാണ് B. ഓക്കെ, എന്നാൽ C Bയുടെ അമ്മയല്ല. C അപ്പോൾ ആരാണ്? C ഫാദറാണ്. Bയുടെ ഫാദറാണ് C. A C എന്നിവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ ഇയാളുടെ ഭാര്യ ആരാണ്? A ആണ് ഇയാളുടെ ഭാര്യ. ഇയാളുടെ ഭാര്യ A ആണ്. അപ്പം Aയ്ക്കും Cയ്ക്കും കൂടെയുള്ള മോനാണ് B. ഓക്കെ, ഈ Cയുടെ സഹോദരനാണ്. അപ്പോൾ ഈ Cയുടെ സഹോദരനാണ് E. അതായത് ഈ കൊച്ചിൻ്റെ അച്ഛൻ്റെ സഹോദരനാണ് E എന്ന് പറയുന്നത്. D Aയുടെ മകളാണ്. അപ്പം Aയുടെ മകളാണ് D. അപ്പോൾ Aയ്ക്കും Cയ്ക്കും 2 മക്കളുണ്ട്, Dയും Bയും. F Aയുടെ സഹോദരനാണ്. F Aയുടെ ബ്രദറാണ് F. Aയുടെ ബ്രദറാണ് F. അതായത് ഈ പിള്ളേരുടെ അമ്മാവനാണ് F. ഓക്കെ, ആരാണ് Cയുടെ അളിയൻ? Cയുടെ അളിയൻ ആരായിരിക്കും? അപ്പം F. ഓപ്ഷൻ D ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് ലയണിന് പകരം MHK എന്നാണ് എഴുതിയിരിക്കുന്നത്. ലയണിന് പകരം തന്നിരിക്കുന്ന കോഡാണ് MNH. ഒരു താഴോട്ട് എഴുതാതെ നല്ലത്, അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ലയണിന് പകരം തന്നിരിക്കുന്ന കോഡാണ് MNHK. എങ്കിൽ കൗവിൻ്റെ കോഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലും കെയും തമ്മിലാണ് കണക്ഷൻ. ഇങ്ങനെ ക്രോസാണ് വരുന്നത്. KL HI NO MN ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വരും? Cക്ക് മുമ്പുള്ള ലെറ്റർ ലാസ്റ്റ് വരുന്നതായിരിക്കും B. Oയ്ക്ക് മുമ്പുള്ള ലെറ്റർ അതിനിപ്പുറത്ത് വരും. LMNO ആണ് വരുന്നത്. അപ്പം N ഇവിടെ വരും. Wന് മുമ്പുള്ളത് ഫസ്റ്റ് വരും. HJK LMNO PQRSTU VW VNB ആണ് ആൻസറായിട്ട് വരുന്നത്. VNB ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, VNB. ഓക്കെ, അടുത്ത ഇച്ചിരി ടൈം എടുക്കും. 25 √5 the whole raised to x equal to cube root of 5 the whole raised to x plus 1 ആണ് തന്നിരിക്കുന്നത്.
എന്നിട്ട് എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 25 നമുക്ക് എന്ത് എഴുതാം? 5² എന്ന് എഴുതാം. √5 പകരം നമുക്ക് എന്ത് എഴുതാം? 5⁻1/2 the whole raised to x equal to √5 വരെ നമുക്ക് എന്ത് എഴുതാം? 5⁻1/3 the whole raised to x plus 1. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫോർമുല നമുക്കറിയാം. a⁻m × a⁻n = a⁻m+n. അങ്ങനെ ആകുമ്പോൾ 5⁻2 × 5⁻1/2 നമുക്ക് എങ്ങനെ എഴുതാം? 5⁻m+n എന്ന് എഴുതാം. 2 + 1/2 the whole raised to x equal to 5⁻1/3x into 5⁻1/3x plus 1 എന്ന് എഴുതും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 2 4 1 5 5/2 the whole raised to x equal to 5⁻1/3 the whole raised to x plus 1 എന്ന് എഴുതാം. അപ്പോൾ 5⁻1/3 the whole raised to x plus 1 നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 5⁻1/3x plus 5⁻1/3 എന്ന് എഴുതാം. ഓക്കെ, എഴുതാമല്ലോ. ഇനി നമുക്ക് a⁻m divided by a⁻n equal to a⁻m-n. ആ ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എക്സിൻ്റെ ടേം എല്ലാം കൂടി ഒരു വശത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 5⁵/2 the whole raised to x divided by 5⁻1/3 the whole raised to x equal to 5⁻1/3 എന്ന് കിട്ടും. ഇനി നമുക്കെങ്ങനെ എഴുതാം? 5⁵5/2 - 1/3 equal to the whole raised to x equal to 5⁻1/3 എന്ന് കിട്ടും. നമ്മൾ ചെയ്യുമ്പോൾ 6 അടിയിൽ എൽസിയം വരത്തില്ലേ? 5 ഇവിടെ എൽസിയമായിട്ട് 6 എടുക്കാം. അപ്പോൾ എത്ര വരും? 5/2 × 6 എന്ന് പറയുമ്പം 15, മേളിൽ 15 വരും, -2 2/6. 15 - 2/6 ഈക്വൽ ടു the whole raised to x equal to 5⁻1/3 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്? 5 15 - 2 13/6 സമം the whole raised to x equal to 5⁻13 എന്ന് കിട്ടും. 5 × 1/3 എന്ന് കിട്ടും. ഇതിന് നമുക്ക് 5 × 5⁻1/3 × 13/2 എന്ന് എഴുതാമല്ലോ. ഈക്വൽ ടു the whole raised to x equal to 5⁻1/3 എന്ന് കിട്ടും. ഇപ്പോൾ ഈ 1/3 5⁻1/3 രണ്ടിടത്ത് 5⁻1/3 ഉണ്ട്, അത് പോകും. അപ്പോൾ ഇവിടെ 1 ആകും. അപ്പോൾ 13/2 the whole raised to x equal to 1 എന്ന് കിട്ടുമല്ലേ? അപ്പോൾ 13/2 equal to the whole raised to x equal to 1 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? തിരിഞ്ഞ് വരും. x equal to 2/13 എന്ന് വരും. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇച്ചിരി ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. 2/13 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 2002 ജൂൺ 4 ആഴ്ചയിലെ ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇപ്പം 400 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന വർഷങ്ങളാണെങ്കിൽ അവിടെയുള്ള അധിക ദിവസം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെയുള്ള അധിക ദിവസം എത്രയായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ 2000-ലുള്ളത്
ഒറ്റപ്പെട്ട ദിവസം എത്രയാണ്? ഒറ്റപ്പെട്ട ദിവസം 0 2000 ഒറ്റപ്പെട്ട ദിവസം 0 ആണ്. അപ്പോൾ 2001 ഒറ്റപ്പെട്ട ദിവസം എത്രയാണ്? 1 ഇനി 2002 മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. 2002 ജൂൺ വരെയുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. 2002 ജൂൺ വരെയുള്ളത് കണ്ടുപിടിക്കണം. ജൂൺ 4 വരെ. അപ്പോൾ 2002 ജനുവരിയിൽ എത്ര ദിവസമുണ്ട്? എത്ര ഒറ്റപ്പെട്ട ദിവസമുണ്ട്? ജനുവരിയിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. 3 ഒറ്റപ്പെട്ട ദിവസമാണ്. 31 ദിവസമുള്ളതിന് 3 ഒറ്റപ്പെട്ട ദിവസമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഫെബ്രുവരി 28 ഉള്ളൂ, അതുകൊണ്ട് ഒറ്റപ്പെട്ട ദിവസം 0. മാർച്ച് ആണെങ്കിൽ 31, അതിന് 3 ഉണ്ട് ഒറ്റപ്പെട്ട ദിവസം. ഏപ്രിൽ ആണെങ്കിൽ 30 ഉള്ളൂ, അപ്പോൾ അതിൽ ഒറ്റപ്പെട്ട ദിവസം എത്രയാണ്? 2. മെയ് ആണെങ്കിൽ 31, അപ്പോൾ അതിൽ ഒറ്റപ്പെട്ട ദിവസം 3. ഒറ്റപ്പെട്ട ദിവസം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 31 ഡിവൈഡ് ബൈ 7, 7 ചെയ്യുമ്പോൾ 28 ശിഷ്ടം വരുന്നതാണ് ഒറ്റപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, ജൂണിനകത്ത് 4 ദിവസം. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത്. 2000 എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ദിവസം വരത്തില്ല അതിൽ. അത് 400ൻ്റെ ഗുണിതമാണെങ്കിൽ ഒറ്റപ്പെട്ട ദിവസം അതിൽ 0 ആയിരിക്കും. 2001 അപ്പം ഒറ്റപ്പെട്ട ദിവസം 1 ആണ്. 2002 ജൂൺ 4 വരെയുള്ള ഒറ്റപ്പെട്ട ദിവസങ്ങൾ നമ്മൾ കൂട്ടിയെടുക്കണം. അപ്പം 3 + 3 + 3 3 6 2 8 3 12, 12 പ്ലസ് ജൂണിൻ്റെ 4 കൂടെ ആകുമ്പോൾ എത്രയാണ്? 16. 16 ഡിവൈഡഡ് ബൈ 7. ഇപ്പോൾ എത്രയാണ്? ഈ 7 14. ശിഷ്ടം എത്രയാണ് വരുന്നത്? ശിഷ്ടം 2 ആണ്. 2 ശിഷ്ടം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 0 എന്ന് പറയുന്നത് സൺഡേ, 1 എന്ന് പറയുന്നത് മൺഡേ, 2 എന്ന് പറയുന്നത് ട്യൂസ്ഡേ. അപ്പോൾ ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ട്യൂസ്ഡേ ആണ് ആൻസറായിട്ട് വരുന്നത്. ചൊവ്വാഴ്ചയാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്ത നമ്പർ എഴുതുക. 2, 6, 14, 30, 62, 126, 250. 2ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പം 6 വന്നു. 2 + 4 6. 6ഉം 8ഉം 6ഉം 14. 4ൻ്റെ ഇരട്ടി വന്നു 8. 8ൻ്റെ ഇരട്ടി വന്ന് 16, 30. 16 2 32. 32 30ഉം 62. 32ൻ്റെ ഇരട്ടി എത്ര? 64 ഇവിടെ കൂട്ടും. 64ഉം 62ഉം കൂടെ കൂട്ടുമ്പോൾ 126. ഇനി അടുത്തത് 64ൻ്റെ ഇരട്ടി 128 ഇവിടെ കൂട്ടേണ്ടത്. 128ഉം 2ഉം 130. 120ഉം 128 130 132 120 66 20 120 128 അല്ലേ? 8 6 14, 4 1 5. 254 ഇവിടെ വരേണ്ടത്. ഇവിടെ വന്നിരിക്കുന്നത് 250. അതുകൊണ്ട് ആൻസർ ഡി ആണ് വരുന്നത്. ഒറ്റപ്പെട്ട ഏതാണ്? 250. ഇത് വരുന്നത് ആദ്യം 4 കൂട്ടും, പിന്നെ അതിൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16, 16ൻ്റെ ഇരട്ടി 32, 32ൻ്റെ ഇരട്ടി 64, 64ൻ്റെ ഇരട്ടി 128. അങ്ങനെയാണ് വരേണ്ടത്. 128 കൂട്ടുമ്പോൾ ഇവിടെ വരുന്നത് 250 അല്ല കിട്ടേണ്ടത്. അതുകൊണ്ട് ഒറ്റപ്പെട്ടത് 250. അടുത്ത ക്വസ്റ്റ്യൻ. 100 + 100 × 50 - 2 ഡിവൈഡ് ബൈ 3 = 51. ഇതിൽ ഏതെങ്കിലും 2 ചിഹ്നങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഉത്തരം കറക്റ്റായിട്ട് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ ഡിവിഷൻ തന്നെയായിരിക്കും മാറാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ 2 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 1.5 എന്ന് വരും. 2 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പം ഡെസിമൽ പ്ലേസ് വരും. ഡെസിമൽ പ്ലേസ് വരുമ്പം അങ്ങനെ വന്നാൽ അത് 2/3 അല്ലേ? 2/3 എന്ന് പറയുമ്പോൾ ഡെസിമൽ പ്ലേസ് വരും 20/3 വരും, പോയിൻ്റ് സംതിങ് വരും. അപ്പോൾ അങ്ങനെ വന്നാൽ അത് ശരിയാവത്തില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഡിവിഷനാണ് മാറുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഡിവിഷൻ മാറുന്ന ഓപ്ഷൻ ഏതുണ്ട്?
പ്ലസും ഡിവിഷനുമാണ് ഡിവിഷൻ മാറുന്ന ഓപ്ഷൻ ഉള്ളത്. ഓപ്ഷൻ ബി ആണ് നമുക്ക് മനസ്സിലായി. എങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കിയേക്കാം. ഓക്കെ, 100 ആദ്യത്തെ ആ പ്ലസിന് വരെ നമുക്ക് ഡിവിഷൻ കൊടുക്കാം. ഡിവിഷൻ 100 ഇൻറ്റു 50 മൈനസ് 2 പ്ലസ് 3. 100 ഡിവൈഡ് ബൈ 100. ആദ്യം ബോർഡ് മാസ് വെച്ച് കഴിയുമ്പോൾ ആദ്യം ഡിവിഷനാണ് വരുന്നത്. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ ഡിവിഷനാണ് വരുന്നത്. അപ്പോൾ 100/100 1 വരും ഇൻറ്റു 50 മൈനസ് 2 പ്ലസ് 3. അപ്പോൾ എത്ര വരും? 51 വന്നു. ഓക്കെ, ഓപ്ഷൻ കറക്റ്റായിട്ട് വന്നു. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 61ആണ്. ചെറുതും വലുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത്? തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് 61. 61 അപ്പോൾ എത്ര വരും? ശരാശരി 61 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലുള്ള സംഖ്യ ആയിരിക്കും 61 എന്ന് പറയുന്നത്. അപ്പോൾ 59, അതിന് മുമ്പുള്ളത് 59, 57, 63, 65. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 65 മൈനസ് 57 സമം 8. ഇതിങ്ങനെ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് നമ്പർ എടുത്താലും ഡിഫറൻസ് 8 തന്നെ ആയിരിക്കും. ഇപ്പം നോക്കാം. 11, 13, 15, 17, 19. ആദ്യത്തെ ലാസ്റ്റത്തെ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 19 മൈനസ് 11 എത്രയാണ്? 8. ഏത് നമ്പർ എടുത്താലും 8 തന്നെ ഡിഫറൻസ് വരത്തുള്ളേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്തതാണ്. ഇത് ഇച്ചിരി പാടുള്ള പ്രോബ്ലം ആയിരുന്നു. അരുണിന് 80 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. അവൻ 10 ദിവസം അതിൽ ജോലി ചെയ്യുന്നു. തുടർന്ന് ബാക്കിയുള്ള ജോലി അനിൽ മാത്രം 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അരുണും അനിലും ചേർന്ന് ജോലി ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ പറ്റും? അരുണിന് ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? 80 ദിവസം വേണം. അരുൺ എന്തോ ചെയ്തു? 10 ദിവസം ജോലി ചെയ്തിട്ട് തിരിച്ചു പോയി. അപ്പോൾ 10 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ജോലിയുണ്ട്? 80 മൈനസ് 10 സമം 70 ജോലിയുണ്ട്. അപ്പം നമ്മുടെ അനിലാണെങ്കിൽ ഈ 70 ജോലി അരുൺ 70 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി അനിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 42 ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അരുൺ 70 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി അനിൽ 42 ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അരുണ് 70 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി അനിൽ 42 ദിവസം കൊണ്ട് ചെയ്യും. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? എങ്കിൽ അരുണും അനിലും ചേർന്ന് ജോലി ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ പറ്റും? ഇപ്പം നമുക്ക് ആദ്യം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? അരുണ് എത്ര ജോലി ചെയ്യാം? അരുണ് ഒരു ദിവസം ചെയ്യാൻ കഴിവുള്ള ജോലിയുടെ അളവ് എത്രയാണ്? അനിലിൻ്റെ ജോലിയുടെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി അരുൺ ഇത് ഡിവൈഡ് ബൈ അനിൽ ഈക്വൽ ടു 42 ഡിവൈഡഡ് ബൈ 70 ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 7 6 42 7 70 വരുമല്ലോ. 7 വെച്ച് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരും. പിന്നെ ഇതിന് 2 വെച്ച് കട്ട് ചെയ്യുമ്പം 2 3 6 5 10 അങ്ങനെ വന്നു. 3/5 എന്ന് കിട്ടി. അതായത് അരുൺ ചെയ്യുന്ന ജോലിയുടെ അളവ് 3ഉം അരുണിൻ്റെ കഴിവ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 3ഉം അനിലിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5ഉം ആണെന്ന് കിട്ടി. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി എത്രയാണ്? 5 3 8 ആണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 80 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. ആരാണ് ചെയ്തു തീർത്തത്? അരുണാണ് ചെയ്തു തീർക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 80 × 3 240 ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 240. ഇനി രണ്ടുപേരും കൂടെ 240 ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 240 ഡിവൈഡ് ബൈ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി എത്രയാണ്? 5 + 3 = 8. അപ്പോൾ 240 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 8 24 30. ആൻസർ എത്ര വരും? 30 വരുന്നത്. ഓപ്ഷൻ എ ആണ് 30 എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ബായിൽ 5:9:4 എന്ന അനുപാതത്തിൽ എന്തുണ്ട്? 50 പൈസ കോയിനുണ്ട്, 25 പൈസ കോയിനുണ്ട്, 10 പൈസ കോയിനുണ്ട്. മൊത്തം തുക 206 രൂപയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 10 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചത്.
ഇവർ തന്നിരിക്കുന്നത് ഒരു ബാഗിൽ 5:9:4 എന്ന അനുപാതത്തിൽ 50 പൈസ, 25 പൈസ, 10 പൈസ നാണയങ്ങൾ അടങ്ങിയിരിക്കുന്നു. മൊത്തം തുക 206 രൂപയാണെങ്കിൽ 10 പൈസ നാണയങ്ങളുടെ തുക. ഇപ്പം 50 പൈസ നാണയങ്ങളുടെ അംശബന്ധം 5ഉം 25 പൈസ നാണയങ്ങളുടെ അംശബന്ധം 9ഉം 10 പൈസ നാണയങ്ങളുടെ അംശബന്ധം 4ഉമാണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് മൊത്തം 206 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പൈസയാണ്, ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? രൂപയാണ്. ഒന്നെങ്കിൽ എല്ലാം നമ്മൾ പൈസയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ എല്ലാം നമ്മൾ രൂപയിലേക്ക് മാറ്റണം. ഇപ്പോൾ പൈസയിലേക്ക് മാറ്റുമ്പോൾ 1/4, 1/8, 1/2 അങ്ങനെ എഴുതേണ്ടി വരും. അതിനേലും ഭേദം രൂപയിലേക്ക് മാറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇതെന്ത് ചെയ്യാം നോക്കാം. ഇത്ര ഇവർ തന്നിട്ടുണ്ട്. അംശബന്ധം 5-ന് 50 പൈസയ്ക്ക് 5ഉം 25 പൈസയ്ക്ക് 9ഉം 10 പൈസയ്ക്ക് 4ഉം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മൊത്തം ഇവർക്ക് 50 പൈസയുടെ മൊത്തം എത്ര ഉണ്ടായിരിക്കും? 50x × 5 പ്ലസ് 25x × 9 പ്ലസ് 10x × 4 വരും. ഓക്കെ, ഈക്വൽ ടു 206 രൂപ. ഇതെല്ലാം പൈസയാണ് തന്നിരിക്കുന്നത്. 206 രൂപ. 1 രൂപയെന്ന് പറയുന്നത് എത്ര പൈസയാണ്? 100 പൈസയാണ് 1 രൂപ. അപ്പോൾ 206 രൂപ എത്ര പൈസയാണ്? 206 × 100 എന്ന് പറയുമ്പോൾ 2 0 കൊടുത്തു 20,600 പൈസയാണ്. എത്ര? 20,600 പൈസയാണ് എന്ത്? 206 രൂപയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് 20,600 എന്ന് കിട്ടും. അപ്പോൾ എത്ര? 50 × 5 250x പ്ലസ് 25x × 9 എന്ന് പറയുമ്പോൾ എത്ര വരും? 225 225x പ്ലസ് 40x ഈക്വൽ ടു 20,600 എന്ന് കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 515x എന്ന് പറയുന്നതാണ് 20,600 എന്ന് കിട്ടുക. എക്സിൻ്റെ വാല്യൂ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എക്സ് ഈക്വൽ ടു 20,600 ഡിവൈഡഡ് ബൈ 515. കട്ട് ചെയ്യുമ്പം എത്ര കിട്ടും? കിട്ടുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 40 എത്ര കിട്ടും? 40 എന്ന് കിട്ടും. 40 ആണ് 4 എത്ര കിട്ടും നമുക്ക്? നോക്കാമെങ്കിൽ 515 × 4 ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. 40 4 515 × 4 0 4 1 5 4 20 ശിഷ്ടം 2 4 4 6 4 20. അപ്പം 40 കിട്ടി. എക്സ് എന്ന് പറയുന്നത് 40 നമുക്ക് കിട്ടി. ഓക്കെ, എക്സ് 40 കിട്ടിയെങ്കിൽ ഇപ്പോൾ എത്രയാണ്? 10 പൈസയുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 10 പൈസ എത്ര എണ്ണം ഉണ്ട്? 4 അംശബന്ധമാണ് 10 പൈസ. 4x ആണ് 10 പൈസ വരുന്നത്. അപ്പം 10 പൈസ എന്ന് പറയുന്നത് 4x ആയതുകൊണ്ട് എന്ത് വരും? 4 × 40 = 160 കോയിനാണ് 10 പൈസയുടെ. 10 പൈസയിൽ എത്ര കോയിനുണ്ട്? 160 കോയിനുണ്ട്. ഇനി നമുക്ക് ഇംഗ്ലീഷും മലയാളം കൂടെ ഒന്ന് നോക്കിയേക്കാവേ. നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. നെയ്തർ ഫുഡ് നോർ വാട്ടർ ഡാഷ് ടു ബി ഫൗണ്ട് ദർ. എന്താ പറയുന്നത്? നെയ്തർ നോർ വരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വരുന്നത്. എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇതിനൊക്കെ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വരുന്നത്. ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? വാസാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ വാസ് എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. വാസ് എന്നുള്ള ഓപ്ഷൻ ഏതാ? 2 സി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് ലൊക്കേറ്റ് ദ സിനോണിം ഓഫ് ദി സെസ്ക്യുപ്പിഡേലിയൻ ഫ്രം ദി ഫോളോയിങ്. സെസ്ക്യുപ്പിഡേലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസിങ് പോംപസ് ലാംഗ്വേജ് 3 വരുന്നത്. യൂസിങ് പോംപസ് ലാംഗ്വേജ് 3ൻ്റെ ഓപ്ഷൻ വരുന്നത് ബി ആണ്.
അടുത്തത് ആൻറ്റണിം ഓഫ് ക്ലോക്ക് വൈസ് ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന 3 ഓപ്ഷൻ വരുന്നത് സി ആണ്. അടുത്തത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിങ് ഇൻവിറ്ററേറ്റ്. ഇൻവിറ്ററേറ്റ് ഏതാണ് വരുന്നത്? ഇൻവിറ്ററേറ്റ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇൻവിറ്ററേറ്റ് INVITARATE ഇൻവിറ്ററേറ്റ് 3 വരും. 3 സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇൻവിറ്ററേറ്റ് INVITERATE ഒന്നെന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. അത് ഡി ആണ്. ഒന്നെന്നുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻവിറ്ററേറ്റ് INVITERATE. ഓക്കെ. ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇറ്റാലിസൈസ്ഡ് വേർഡ് ഹി വിൽ നെവർ സെറ്റ് ദ താമൻ ഓൺ ഫയർ. താമൻ ഓൺ ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചീവ് സംതിങ് അൺയൂഷ്വലി ഗുഡ്. അച്ചീവ് സംതിങ് അൺയൂഷ്വലി ഗുഡ്. achieve something unusually good. Add proper question tag from the following option. None of these customers were happy. നണ്ണ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വേർഡ്സ് വരത്തില്ല, ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്ത് വരത്തുള്ളൂ? വേർ ദേ. ഓപ്ഷൻ വേർ ദേ എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. വേർ ദേ. ഓക്കെ. കൺവേർട്ട് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ സെഡ് ലെറ്റ് us വെയിറ്റ് ഫോർ ദി അവാർഡ്. ലെറ്റസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഷുഡ് ഉണ്ടാവും. അപ്പോൾ എന്ത് വരും? ഹി പ്രപ്പോസ് ദാറ്റ് 87th ആൻസർ 4 ആണ് വരുന്നത്. ഹി പ്രപ്പോസ് ദാറ്റ് ദേ ഷുഡ് വെയിറ്റ് ഫോർ ദി അവാർഡ്. ഹി പ്രപ്പോസ് ദാറ്റ് ദേ ഷുഡ് വെയിറ്റ് ഫോർ ദി അവാർഡ്. അടുത്തത് choose the correct preposition from the following. The public are cautioned about. Cautioned against. Option 2 ആണ് വരുന്നത്. Cautioned against pickpockets. Against ആണ്. Against. അടുത്തത് വരുന്നത് ഐ സ്പീക്ക് ദ ട്രൂത്ത്. ഇതിങ്ങനെ മാറ്റി മാറ്റി തരുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് പറയുമ്പോൾ അല്ലേ. ഐ സ്പീക്ക് ദ ട്രൂത്ത് അത് കറക്റ്റ് നോക്കിയിട്ട് എഴുതാവുള്ളൂ. ഐ സ്പീക്ക് ദ ട്രൂത്ത്. ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഇറ്റ്. എങ്ങനെയാണ് വരുന്നത്? 89th ആൻസർ വരുന്നത് ഡി ആണ്. ഐ ആം നോട്ട് അഫ്രൈഡ് ടു സ്പീക്ക് ദ ട്രൂത്ത്. ഒന്നാമത്തെയാണ് വരുന്നത്. ഐ ആം നോട്ട് അഫ്രൈഡ് ടു സ്പീക്ക് ദ ട്രൂത്ത്. ടൈം വി ലിവ് ought not to be computed by number of years but by use that has been made of them. Insert articles were necessary. Option the അതാണ് വരുന്നത്. ഇപ്പോൾ 2 വരുന്ന ഓപ്ഷൻ ഏതാണ്? സി. ശരിയായ പദം യാദൃച്ഛികം. ഓപ്ഷൻ എ ആണ് വരുന്നത്. യാദൃച്ഛികം. ഐക്യകണ്ഠേനയായിരുന്നു തിരഞ്ഞെടുപ്പ്. അതാണ് തെറ്റായിട്ടുള്ളത്. ഐകകണ്ഠേന, ഏകകണ്ഠേന അങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ക്രമേണ കുറേ നാൾ കഴിയുമ്പോൾ ക്രമപ്പെടുത്തുക, ക്രമത്തിലാകുക. അത് രണ്ടും ഏകദേശം കറക്റ്റാണ്. പക്ഷേ പി എസ് സിയുടെ ആൻസർ കീ വരുമ്പോഴേ നമുക്ക് രണ്ടും ഉണ്ടോ അതോ ഒന്ന് മാത്രമേ വരത്തുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. നഖശിഖാന്തം അടി മുതൽ മുടി വരെ. ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ്. പറഞ്ഞത് പിൻവലിക്കുക. കണ്ണ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്ത പദമേത്? മുകുരം. മുകുരം കണ്ണാടി. ശരിയായി പിരിച്ചെഴുതുന്ന പദമേത്? തിരുമുൽ കാഴ്ച. തിരുമുൻ പ്ലസ് കാഴ്ച. ഓപ്ഷൻ എ ആണ്. സമാന പദങ്ങൾ മാത്രം അടങ്ങുന്ന ഗണമേത്? ആന, കരി, ഇഭം, കളഭം. ആസ്തികൻ എന്ന പദത്തിൻ്റെ വിപരീതം? നാസ്തികൻ. ഓപ്ഷൻ ബി. ആസ്തികൻ, നാസ്തികൻ. ജാമാതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം? ജാമാതാവ്, സ്നുഷ. ജാമാതാവ് എന്ന് വെച്ചാൽ മരുമകൻ, സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകൾ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.